السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي رسولنا صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المؤمنون، قال الله عز وجل في كتابه الكريم: قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്, നബിയെ പറയുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ പേടിച്ചോടിക്കൊണ്ടിരിക്കുന്ന മരണം, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ പിടികൂടുന്നത് തന്നെയാണ്, പിടികൂടുക തന്നെ ചെയ്യും. പിന്നീട് രഹസ്യവും പരസ്യവും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയിക്കപ്പെടുകയും ചെയ്യും. സഹോദരങ്ങളെ, നമ്മളേവരും എന്നും മറക്കാറുള്ള ഒരു യാഥാർത്ഥ്യമാണ് മരണം. നമുക്കറിയാം, ഇന്ന് ഒരു ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്തവരായിരിക്കും ഇതിൽ പലരും. പക്ഷേ സ്വന്തം മരണത്തെക്കുറിച്ച്, ഞാനും ഇതുപോലെ ജനാസയായി ഒരാളുടെ മുന്നിൽ കിടക്കേണ്ടവനാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എന്നെയും കാണാൻ വരും, ഞാനും കുളിപ്പിക്കപ്പെടും, ഞാനും മറ്റുള്ള ഒരാളുടെ മുന്നിൽ വിവസ്ത്രനാക്കപ്പെടും, ഞാനും മഴ പെയ്യുന്ന മണ്ണിൽ ചെളിയിൽ കുതിർന്ന് കിടക്കേണ്ടി വരും എന്ന് ചിന്തിച്ചവരാരാണ്? അതിനുവേണ്ടി ഒരു മുന്നൊരുക്കം ഞാൻ ഇന്നേ നടപ്പിൽ വരുത്തേണ്ടതുണ്ട് എന്ന് ഓർത്തതാരാണ്? ആർക്കും രക്ഷയില്ലാത്ത മരണം. ആ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാൾക്കും സാധിക്കുകയില്ല. പക്ഷേ മുന്നൊരുക്കങ്ങൾ ചെയ്യാൻ സാധിക്കും. ചില മുന്നൊരുക്കങ്ങൾ: ഖബറിൽ സമാധാനത്തോടുകൂടി കിടക്കാൻ, മരണത്തിന്റെ നേരത്തുള്ള മലായിക്കത്തുകളെ നല്ല രൂപത്തിൽ നേരിടാൻ, കണ്ടുമുട്ടാൻ, സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ അവരിൽ നിന്നും കേൾക്കാൻ, സുഗന്ധം നിറഞ്ഞ കഫനിലായി കൊണ്ടുപോകാൻ, സന്തോഷത്തിന്റെ അഭിവാദ്യങ്ങൾ കേൾക്കാൻ, എന്നെയൊന്ന് പെട്ടെന്ന് കൊണ്ടുപോ എന്ന് സന്തോഷത്തോടെ വിളിച്ചു പറയാൻ നമുക്ക് കഴിയും. മരണത്തിന് ശേഷം സന്തോഷിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ ആരുണ്ട് അതിനു വേണ്ടി തയ്യാറാകാൻ? തീർച്ചയായും ഒരു മുഅ്മിനിന്റെ കണക്കുകൂട്ടലുകളിൽ ഒരിക്കലും അവന്റെ കണക്കുകൂട്ടുകളിൽ കളയപ്പെടാൻ പാടില്ലാത്ത, ഒഴിവാക്കപ്പെടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മരണം. ഞാൻ മരിച്ചാൽ പല പ്ലാനുകളും അവനുണ്ടാകും. പക്ഷേ ആ പ്ലാനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാൻ, ഞാൻ മരിച്ചാൽ
കാരണം ഇന്ന് അവിടേക്ക് പോയാൽ, അതല്ലെങ്കിൽ ഇന്ന തീയതിയായാൽ ഇന്നത് ചെയ്യണം എന്ന് അവൻ ഉറപ്പിക്കുന്നുണ്ട് എങ്കിൽ 20-ാം തീയതി എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ട്, 19-ാം തീയതിയിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനുശേഷം 30-ാം തീയതി ഇങ്ങനെയൊരു പ്രോഗ്രാമുണ്ട് എന്നവൻ തീരുമാനിക്കുന്നതിനേക്കാൾ ആ 19ഉം 20ഉം 30ഉം ഒക്കെ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നതിനേക്കാൾ അവന് ഉറപ്പിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, മരണമാണത്. അടുത്ത സെക്കൻഡ് നിന്നിലേക്ക് ഇനി വരും എന്ന് നിനക്ക് ഉറപ്പില്ല, അടുത്ത ദിവസം നിന്നിലേക്ക് കടന്നു വരും എന്ന് നിനക്ക് ഉറപ്പില്ല. പക്ഷേ അടുത്ത സെക്കൻഡിലോ അടുത്ത ദിവസമോ നിന്നിലേക്ക് വരാൻ സാധ്യതയുള്ള, ഉറപ്പായും വരാൻ സാധ്യതയുള്ള മരണത്തെ മറന്നുകൊണ്ടുള്ള പ്ലാനിങ് അത് നമുക്കുണ്ടാകാൻ പാടില്ല. സഹോദരങ്ങളെ, മരണത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാനിങ് ആണ് മരണത്തിന് ശേഷം എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്നത്. മരണത്തിന് ശേഷം എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? എല്ലാവരും മരിക്കും, മരണത്തിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബസ്സാർ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു. സബ്ഉൻ യജ്രി അജ്റുഹുന്ന യജ്രി ലിൽ ആബിദി അജ്റുഹുന്ന ബഅദ മൗതിഹി വഹുവ ഫീ ഖബ്രിഹി. 7 കാര്യങ്ങൾ ഖബറിലായിരിക്കുമ്പോൾ അതിൻ്റെ കൂലി, അതിൻ്റെ പ്രവർത്തനം അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഒരു മനുഷ്യന് 7 പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അത് നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തീർച്ചയായും ലാഭകരമായ ഒന്നാണ്, ഒരാൾക്കും കഴിയാത്തതാണ്. മരണത്തോടുകൂടി ഒരുത്തന്റെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു പോകും. ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അമലുഹു. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. എന്നാൽ മരിച്ചാലും പ്രവർത്തനങ്ങൾ, നമ്മളുടെ പ്രതിഫലങ്ങളുടെ അക്കൗണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന 7 കാര്യങ്ങളുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരും. ഇൽമുൻ അല്ലമ, അവൻ പഠിപ്പിച്ച അറിവ്. ഔ നഹ്റുൻ അജ്റാ, അവൻ ഒഴുക്കിയ നദി. ഔ ബിഅറുൻ ഹഫറ, അതല്ലെങ്കിൽ അവൻ കുഴിച്ചൊരു കിണർ. ഔ നഖ്ലത്തുൻ ഗറസ, അതല്ലെങ്കിൽ അവൻ കുഴിച്ചിട്ടൊരു ഈത്തപ്പന മരം. ഔ മസ്ജിദുൻ ലില്ലാഹി ബനാ, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി പണിതൊരു മസ്ജിദ്. ഔ മുസ്ഹഫുൻ വറദ, അതല്ലെങ്കിൽ അവൻ അനന്തരമായി ബാക്കി വെച്ചു പോയ ഒരു മുസ്ഹഫ്. ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു ബഅദ മൗതി, അവന്റെ മരണത്തിന് ശേഷം അവന് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ ഒരു മകൻ. സഹോദരങ്ങളെ, ഈ 7 കാര്യങ്ങൾ മരണത്തിന് ശേഷവും നമുക്ക് ബാക്കി നിൽക്കുന്നവയാണ്. വെറുതെ കിടക്കുമ്പോൾ നമുക്ക് കൂലി വാരിത്തരുന്ന 7 കാര്യങ്ങളാണിവ. ഒന്നാമത് ഇൽമുൻ അല്ലമ, അല്ലെങ്കിൽ അല്ലമ ഇൽമൻ, അയാളൊരു ഇൽമു പഠിപ്പിച്ചു. ഇൽമു പഠിപ്പിക്കുക എന്നത് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇൽമു പഠിക്കുക, പഠിപ്പിക്കുക എന്നത് മറ്റൊരു മതത്തിനും ഇല്ലാത്തത്ര പ്രാധാന്യം അറിവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജകൾ ഉയർത്തിയിരിക്കുന്നു. പോരാത്തതിന് അറിവുള്ളവർക്കും ദറജകൾ ഉയർത്തിയിരിക്കുന്നു. അറിവുള്ളവർ മുഅ്മിനീങ്ങളാണ്. അപ്പോൾ മുഅ്മിനീങ്ങളെക്കാൾ അവരുടെ ഇടയിൽ അറിവുള്ളവർക്ക് കൂടുതൽ പദവിയുണ്ട്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽം ഖായിമൻ ബിൽ ഖിസ്ത്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യം വഹിച്ചിരിക്കുന്നു.
മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അപ്പോൾ ആരൊക്കെയായി? അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, മലക്കുകൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണുന്നു വ ഉലുൽ ഇൽം, അറിവുള്ളവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അള്ളാഹു അവന്റെ വഹ്ദാനിയത്തിന് സാക്ഷ്യം വഹിക്കാനായി 3 കൂട്ടരെയാണ് കൊണ്ടുവന്നത്. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല, മൂന്ന് ഷഹാദത്തുകളാണ്, സാക്ഷ്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത്. അള്ളാഹുവിന്റെ സാക്ഷ്യം, മലക്കുകളുടെ സാക്ഷ്യം, മൂന്നാമതായി അള്ളാഹു പറഞ്ഞു അറിവുള്ളവരുടെ സാക്ഷ്യം. വ ഉലുൽ ഇൽം, അറിവുള്ളവരുടെ സാക്ഷ്യം. അള്ളാഹുവിന്റെ ദീനിൽ അതിന് വലിയ പ്രാധാന്യമാണ്. നമുക്കറിയാം, ഞാൻ എന്ന് സംസാരിക്കുന്ന സംസാരവും നേനയെന്നോണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും ലോകത്തെ കോടാനുകോടി മുസ്ലിമീങ്ങൾ ഇന്നും ഇന്നലെയും ചെയ്തു പോന്നതുമെല്ലാം നമുക്ക് മുമ്പുള്ളവർ പഠിപ്പിച്ചു വെച്ച അറിവിൽപ്പെട്ടതാണ്, ഇൽമിൽപ്പെട്ടതാണ്. അതൊരിക്കലും അണമുറിയാതെ അവരുടെ ഖബറുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രയത്നിച്ച ആളുകൾ, പഠിപ്പിക്കാൻ വേണ്ടി പ്രയാസപ്പെട്ട ആളുകൾ, അത് പഠിച്ചെടുക്കാൻ വേണ്ടി ക്ഷമിച്ചിരുന്ന ആളുകൾ, പട്ടിണി അവരുടെ അടുക്കലേക്ക് വരുമ്പോഴും വിശപ്പും ദാഹവും അവരെ കാർന്നു തിന്നാൻ വരുമ്പോഴും കടക്കണികൾ അവരെ തളർത്താൻ നോക്കിയപ്പോഴും ചുറ്റുപാടിലുള്ള ആളുകളുടെ ദുനിയാവിന്റെ പളവളപ്പുകൾ അവരെ വഞ്ചിക്കാൻ നോക്കിയപ്പോഴും അതിലൊന്നും വീഴാതെ അള്ളാഹുവിന്റെ ദീന് പഠിക്കലാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന ബോധ്യത്തോടുകൂടി ദീന് പഠിക്കാൻ വേണ്ടി ഇരുന്ന ആളുകൾ അതിനുശേഷം അത് ജീവിതത്തിൽ പകർത്തുകയും അങ്ങനെ ആളുകൾക്ക് തലമുറകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി അടുത്ത തലമുറക്ക് പകർന്നു നൽകിയവർ, അവരുടെ പ്രവർത്തനങ്ങൾ മുറിഞ്ഞു പോവുകയില്ല. ഇമാം ബുഖാരി റഹിമഹുള്ളയെ ഓർക്കാത്ത ആരാണുള്ളത്? ഇമാം ബസ്സാറിനെ ഓർത്തുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഹദീസ് പറഞ്ഞത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഓർത്തുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞത്. അതുപോലെ തന്നെ അബൂ ഹുറൈറയും അതുപോലെ ഇബ്നു അബ്ബാസും റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരെല്ലാവരും എന്നും അവരുടെ പ്രവർത്തനങ്ങൾ മുറിയാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം അവർ ബാക്കി വെച്ച ഇൽമാണ്. സഹോദരങ്ങളെ, അതിനാൽ അറിവ്, അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ പ്രായമേതുമാകട്ടെ, നിങ്ങളുടെ പ്രായം പ്രശ്നമല്ല. ചെറിയവനാകട്ടെ വലിയവനാകട്ടെ, അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ മുന്നിട്ടിറങ്ങുക. അവന്റെ നീയത്ത് ശരിയാക്കുക. എൻ്റെ അറിവില്ലായ്മ മാറ്റണം, എൻ്റെ സമൂഹത്തിന്റെ അറിവില്ലായ്മ മാറ്റണം. എങ്കിൽ ആ നീയത്തുള്ളവനെ സംബന്ധിച്ചിടത്തോളം അതുപോലൊരു പ്രവർത്തനം, നിർബന്ധ കാര്യങ്ങൾ കഴിഞ്ഞാൽ അതുപോലൊരു പ്രവർത്തനം അവൻ ചെയ്തിട്ടില്ല. അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനം അവൻ വേറെ ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ ദീന് പഠിക്കാനും പഠിപ്പിക്കാനും അവൻ മുന്നിട്ടിറങ്ങിയാൽ, അതിനുവേണ്ടി ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ കുത്തിയിരുന്നാൽ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽമുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. ഒരു പണക്കാരന്റെ അനന്തരാവകാശിയാകാൻ പലരും എത്ര കൊതിച്ചിട്ടുണ്ടാകാം. എൻ്റെ പിതാവിന് പണമുണ്ടായിരുന്നെങ്കിൽ, സമ്പത്തുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ കുടുംബത്തിലെ കാർന്നവർക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ പാവപ്പെട്ടവനായി നടക്കേണ്ടി വരുമായിരുന്നോ എന്നൊക്കെ ചിന്തിച്ചവരുണ്ടാകാം. എന്നാൽ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശിയാകാൻ ആഗ്രഹിച്ചവരെവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അറിവുള്ളവർ, പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. ഫഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ വഇന്നമാ വറസുൽ ഇൽം. അംബിയാക്കൾ അവർ ദീനാറും ദിർഹമും എന്നല്ല, ഒന്നുമല്ല ബാക്കി വെച്ച് പോയത്, മറിച്ച് അവർ ബാക്കി വെച്ചത് അറിവിനെയാണ്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. ആരാണോ ആ അറിവ് അത് കരസ്ഥമാക്കിയത്, അവൻ ലാഭകരമായ ഒരു വിഹിതമാണ് അവൻ കരസ്ഥമാക്കിയത്. സഹോദരങ്ങളെ, അതിനാൽ ആ അറിവ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അതൊരറിവാണെങ്കിലും ഒരു ആയത്താണ്. നീ നിന്റെ മക്കൾക്കോ നിന്റെ കൂടെയുള്ളവർക്കോ ഒരായത്താണ് പഠിപ്പിച്ചതെങ്കിലും
ആ ആയത്ത് എന്നൊക്കെ അത് പാരായണം ചെയ്യപ്പെടുന്നുവോ, ഏതൊക്കെ കാലഘട്ടങ്ങളിൽ നിന്നിൽ നിന്നും പഠിച്ചവനിൽ നിന്ന് പഠിച്ചവനിലേക്ക് അത് പാരായണം ചെയ്യപ്പെടുകയും മാ തുലിയത് അത് എന്നൊക്കെ പാരായണം ചെയ്തുവോ അന്നൊക്കെ നിനക്ക് കൂലി കിട്ടും, അതിനൊക്കെ നിനക്ക് കൂലി കിട്ടും. അതുകൊണ്ട് ഉലമാക്കൾ ഫാത്തിഹ പഠിപ്പിക്കാൻ വലിയ പ്രാധാന്യം ഉലമാക്കൾ കാണാറുണ്ട്. ഫാത്തിഹ പഠിപ്പിക്കാൻ എന്തേ കാരണം? ഓരോ ദിവസവും 17 തവണ നിർബന്ധമായും ഒരുത്തൻ ഫാത്തിഹ പറയണം. അത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടായിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും ഫാത്തിഹ പാരായണം ചെയ്തതിന്റെ കൂലി ആർക്ക് കിട്ടും? പഠിപ്പിച്ചവന് കിട്ടും. അതിനാൽ സഹോദരങ്ങളെ, ദീന് പഠിക്കാനും അത് പഠിപ്പിക്കാനും നമ്മൾ ത്യാഗങ്ങൾ സഹിക്കുക. ലാഭകരമായ കച്ചവടമാണ്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ നഹറൻ അജ്റാഹു, അതല്ലെങ്കിൽ ഒരു നദിയെ അവൻ ഒഴുക്കി. ആവശ്യക്കാരായ ആളുകളുണ്ട്, തോട്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്ഷാമം നേരിടുന്ന, വെള്ളം കുടിക്കാനെത്താത്ത കലങ്ങളിലും കുടങ്ങളിലും ആക്കിക്കൊണ്ട് വീട്ടിലെ ഉമ്മമാർ അവർ ദൂരദേശങ്ങളിൽ നിന്നും വെള്ളം താങ്ങിക്കൊണ്ടുവരുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ രാജ്യങ്ങളിൽ പലയിടത്തുമുണ്ട്. അവിടേക്ക് എന്തെങ്കിലും ഒരു പൈപ്പ് ഇട്ട് കൊടുത്താൽ, അവിടുത്തെ ജലസ്രോതസ്സുകളിൽ നിന്നൊരു പൈപ്പ് ഇട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഔ നഹ്റൻ അജ്റാഹു, അവൻ ഒഴുക്കിക്കൊടുത്ത ഒരു നദി. ഇന്ന് നദി ഒഴുക്കുക എന്നത് അത് സ്വാഭാവികമായ ഒരു കാര്യമല്ല, മറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പൈപ്പുകളിലൂടെയും മറ്റുമൊക്കെയാണ് അത് സാധിക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ അത് നാളെ അവന്റെ മരണശേഷവും നിലക്കാത്ത പ്രവർത്തനമായി അവന് കണ്ടെത്താൻ കഴിയുന്ന പ്രവർത്തനമാണ്. എത്രയൊക്കെ വെള്ളം അതിൽ നിന്ന് എടുക്കുന്നുവോ, ഉപയോഗമെടുക്കുന്നുവോ, അത്രമാത്രം അവന് കൂലി ലഭിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ഹഫറ ബിഇറൻ, അതല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം എളുപ്പമാണ് കിണർ കുഴിക്കുക എന്നത്. കുഴൽ കിണറും മറ്റുമൊക്കെ അങ്ങനെയുള്ള സൗകര്യങ്ങളുള്ള കാലഘട്ടമാണ്. പാവപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. വെള്ളം അവരുടെ ഭൂമിയുടെ അടിയിലുണ്ടാകും, പക്ഷെ അവർക്ക് അതെടുക്കാൻ സാധ്യതയുള്ള ആളുകളില്ല, അല്ലെങ്കിൽ സൗകര്യങ്ങളില്ല. നേരെ മറിച്ച് കഴിവുള്ള ഒരുത്തൻ അതിനുവേണ്ടി പ്രയത്നിക്കുകയും അങ്ങനെ ഒരു കിണർ കുഴിച്ചു കൊടുക്കുകയും ചെയ്താൽ അവനെ സംബന്ധിച്ചിടത്തോളം മരണശേഷം അവന് ഉപകാരം ലഭിക്കുന്ന പ്രവർത്തനമായി, അവന് മുറിയാത്ത ഒരു പ്രവർത്തനമായി അത് എന്നെന്നും നിലനിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുഴൽ കിണറുകൾ കുഴിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് കഴിയാവുന്നത് നമ്മളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അഫ്ദലു സദഖ, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വേണ്ടി സദഖ ചെയ്യാൻ പറ്റുമോ? എങ്കിൽ അതിലേറ്റവും അഫ്ദലായ സദഖ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അലൈക ബിസഖിൽ മാ, നീ വെള്ളം കൊടുത്തോളൂ. വെള്ളം സദഖ ചെയ്യുക എന്നാൽ വെള്ളം സദഖ ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളൊന്നുണ്ട്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ, മുഅ്മിനീങ്ങളുള്ള സ്ഥലങ്ങളാകട്ടെ അതല്ലാത്ത സ്ഥലങ്ങളാകട്ടെ, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളുള്ള സ്ഥലങ്ങളിൽ അവിടെ വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ഒരു ഫിൽറ്റർ വെച്ച് കൊടുക്കാം. ചിലപ്പോൾ ബോർവെല്ലിലുള്ള അങ്ങനെയുള്ള വെള്ളം കൊണ്ട് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകാം. അവിടെ ഒരു ഫിൽറ്റർ വെച്ച് കൊടുത്താൽ മുഅ്മിനീങ്ങൾക്ക് കുടിക്കാൻ കുടിവെള്ളമായി. അതുപോലെ മനുഷ്യർക്ക് കുടിക്കാൻ കുടിവെള്ളമായി. ഇനി മുഅ്മിനീങ്ങൾക്ക് തന്നെയാകണമെന്നില്ല. അങ്ങനെ പാവപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന ആരുമാകട്ടെ, പക്ഷികളുണ്ട്, അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാം. ഈ കാലഘട്ടത്തിലെല്ലാം മറിച്ച് വേനലിന്റെ കാലഘട്ടങ്ങൾ വരുമ്പോൾ അതിനാവശ്യമാണ്. ഇന്ന് മഴയാണ്, വെള്ളം നിറയെ കിട്ടാനുണ്ട്. സഹോദരങ്ങളെ, നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണ്, ആ മനുഷ്യൻ മരുഭൂമിയിലൂടെ നടന്ന് ദാഹിച്ച് വരണ്ട തൊണ്ടയുമായി നടക്കുമ്പോൾ ഒരു കിണർ കാണുകയും കിണറ്റിലേക്ക് ഇറങ്ങി
ആ വെള്ളം കുടിച്ച് ദാഹം മാറ്റി പുറത്തേക്ക് വരുമ്പോൾ അത് ആ ഒരു നായ തൻ്റെ ദാഹം കൊണ്ട് നാവ് മണ്ണിലിട്ട് ദാഹം വെളിവാക്കുന്ന അവസ്ഥയിൽ, ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ നിൽക്കുന്ന നായയെ അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ അനുഭവിച്ച പ്രയാസമാണ് ഈ നായ അനുഭവിക്കുന്നത്. അദ്ദേഹം ഉടനെ തന്നെ വീണ്ടും കിണറ്റിലേക്ക് ഇറങ്ങുകയും കോരാനൊരു തൊട്ടിയില്ല, അദ്ദേഹത്തിൻ്റെ കാലിൽ ധരിച്ചിരുന്ന ചെരുപ്പോ അല്ലെങ്കിൽ ഷൂവോ ഹുപ്പയോ അതിൽ വെള്ളം കടിച്ചു പിടിച്ചുകൊണ്ട് ആ നായക്ക് വെള്ളം കൊടുത്തു. അതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു മനുഷ്യന് വെള്ളം കൊടുത്താലുള്ള അവസ്ഥ എന്താണ്? ഒരു മുഅ്മിനിന് വെള്ളം കൊടുത്താലുള്ള അവസ്ഥ എന്താണ്? മുസ്ലിമിന് വെള്ളം കൊടുത്താലുള്ള അവസ്ഥ എന്താണ്? തീർച്ചയായും അത് പാപങ്ങൾ പൊറുക്കാനും തന്നെയുമല്ല, ഒരു കിണർ കുഴിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ആണ് ചെയ്യുന്നത് എങ്കിൽ നാളെ മരണശേഷവും അതിൻ്റെ പ്രതിഫലം മുറിയാതെ നമുക്ക് ലഭിക്കുന്ന കാര്യമായി നിലനിൽക്കുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ മസ്ജിദൻ ബനാഹു, അതല്ലെങ്കിൽ അവൻ ഒരു പള്ളി പണിതു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പള്ളി പണിതവൻ. എത്രയെത്ര ബിൽഡിങ്ങുകൾ പലരും പണിയുന്നു, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ബിൽഡിംഗ് പണിതാൽ, മൻ ബനാ ലില്ലാഹി ബൈതൻ കമഫ്ഹസി ഖതാത്തിൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ദുനിയാവിൽ വെച്ചൊരു വീട് പണിതത്, എത്ര വലിപ്പമുള്ള, കമഫ്ഹസി ഖതാ, മരുഭൂമിയിൽ കാണുന്ന പ്രാവ് പോലെ ഒരു ജീവിയാണ്, ഒരു പക്ഷിയാണ്, അതിൻ്റെ കൂടിനോളം വലുപ്പമുള്ളൊരു പള്ളി. അതിൻ്റെ കൂടിനോളം വലുപ്പമുള്ള പള്ളിയില്ല. പക്ഷേ ഇനി എത്രമാത്രമാണെങ്കിൽ പോലും പള്ളി ഒരാൾ പണിതാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി സ്വർഗത്തിലൊരു വീട് പണിയുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, പള്ളി പണിയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ പള്ളിയുടെ നിലനിൽപ്പ് എന്നുവരെയുണ്ടോ, ഭൂരിഭാഗവും ഇൻഷാ അല്ലാഹ് ലോകാവസാനം വരെ ആ പള്ളികൾ അവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ അതാ സുജൂദുകൾ, അതുപോലെ തന്നെ റുകൂഉകൾ, അല്ലാഹുവിനു വേണ്ടിയുള്ള ഇബാദത്തുകൾ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി, ദിക്റിന് വേണ്ടി പണിയപ്പെട്ട പള്ളികൾ, അതിൽ ഇബാദത്തുകൾ നടക്കുമ്പോൾ അവൻ്റെ കണക്കിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ പള്ളി പണിത് തന്ന ആളുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അതിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹക്കിൻ്റെ മാർഗത്തിൽ അദ്ദേഹവും നമ്മളും ഒരുമിച്ച് സ്വർഗത്തിലെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, അദ്ദേഹം ആരാണെന്ന് ഇതുവരെ നമുക്ക് അറിയുകയില്ല. അല്ലാഹുവിന് വേണ്ടി മാത്രം പള്ളി പണിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പള്ളികൾ പണിയാൻ, പ്രത്യേകിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മസ്ജിദുകൾ നമുക്കറിയാം. ആ മസ്ജിദുകൾ അത് ഉറങ്ങാനുള്ള, അതായത് ഉറങ്ങിക്കിടക്കാനുള്ള സ്ഥലങ്ങളല്ല, മറിച്ച് നിസ്കാരങ്ങളും അല്ലാഹുവിൻ്റെ ദീന് പഠിപ്പിക്കലുകളും, അതുപോലെ തന്നെ ഖുർആൻ പാരായണങ്ങളും ഖുർആനിൻ്റെ ഹിഫ്ളിൻ്റെ ഹലഖകളും അത് പഠിപ്പിക്കലുകളുമായി അല്ലാഹുവിനുള്ള ഇബാദത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മസ്ജിദുകൾ. അങ്ങനെയുള്ള മസ്ജിദുകൾ അങ്ങനെ പണിയാൻ നമുക്ക് സാധിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ മരണശേഷം നമുക്ക് നിലനിൽക്കുന്ന അമലുകളായി അത് വീണ്ടും നിലനിൽക്കും.
അത് മുറിയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ മസ്ജിദുകളാണ്. ആ മസ്ജിദുകൾ പണിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഒരു മസ്ജിദ് ഒറ്റക്ക് ഒരാൾക്ക് കഴിയില്ലായിരിക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുക. കഴിയുന്നവൻ അവർ ഒരുമിച്ച് നിന്ന് ചെറുതെങ്കിലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മസ്ജിദുകൾ പണിയാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. സഹോദരങ്ങളെ, അവിടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച കാര്യം, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. മസ്ജിദുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. അതിൽ അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ, അതിലെന്നല്ല മറ്റുള്ളിടത്തും അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അല്ലാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് മസ്ജിദുകൾ, കൊട്ടാര സമാനമായ മസ്ജിദുകൾ കിട്ടിയിട്ട് എന്ത് കാര്യം? അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ പങ്കുചേർക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. പിന്നെ എങ്ങനെയാണ് അവർക്ക് മസ്ജിദുകൾ കൊണ്ടുപകാരം? അങ്ങനെയുള്ള ആളുകൾക്ക് മസ്ജിദ് കെട്ടാൻ വേണ്ടിയല്ല നമ്മളുടെ ധനം ചെലവഴിക്കേണ്ടത്. ആ കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ മുസ്ഹഫൻ വറദ, അവൻ വഖഫ് ചെയ്യുകയോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയോ ഓതാൻ വേണ്ടിയോ നൽകിയ ഒരു മുസ്ഹഫ്, അനന്തരമാക്കി നൽകിയ മുസ്ഹഫ് തൻ്റെ മകന് വാങ്ങിക്കൊടുത്തതാകാം, അതല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എത്തിച്ചു കൊടുത്തതാകാം, അതല്ലെങ്കിൽ മസ്ജിദിൽ പാരായണം ചെയ്യാൻ വേണ്ടി വിട്ടു നൽകിയതാകാം. ഏതുമാകട്ടെ, ആ മുസ്ഹഫ് അവൻ അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ്? അവന് അണമുറിയാത്ത, നിലക്കാത്ത പ്രവർത്തനമായി കൊണ്ട് ആ മുസ്ഹഫ് അത് പാരായണം ചെയ്യപ്പെടുന്നു, അതിൽ നിന്നും പഠിക്കപ്പെടുന്നു, അമലാക്കപ്പെടുന്നു, ഹിഫ്ള് ചെയ്യപ്പെടുന്നു, പഠിപ്പിക്കപ്പെടുന്നു. സഹോദരങ്ങളെ, നിലക്കാത്ത പ്രവർത്തനമായി ഖബറിൽ അതിൻ്റെ ആ വരവ് ആസ്വദിച്ചുകൊണ്ട് കിടക്കാവുന്ന പ്രവർത്തനമായി അതും നിലനിൽക്കുന്നതാണ്. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ വലദൻ സാലിഹൻ യദ്ഉ ലഹു ബഅദ മൗതിഹി, തൻ്റെ മരണശേഷം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ മകനെ ബാക്കിയാക്കിയവൻ. സഹോദരങ്ങളെ, നമ്മളേവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നെക്കൊണ്ട് എനിക്കൊരു കുട്ടിയെ വേണമെന്ന് ആഗ്രഹിച്ചിട്ട്, വിവാഹത്തിന് ശേഷം എത്രയാണ് ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചത്, അങ്ങനെ കുട്ടിയുണ്ടായിട്ട് എനിക്ക് ഉപദ്രവം ഉണ്ടാകുന്ന, നാളെ പരലോകത്ത് എനിക്ക് ഉപകാരപ്പെടാത്ത, ഈ ദുനിയാവിലും പരലോകത്തും അവനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടി വരുന്ന ഒരു മകനെ ഉണ്ടാക്കിയിട്ട്, അതിനുവേണ്ടി അവനെ വളർത്തിയിട്ട്, അങ്ങനെ 18ഉം 20ഉം വയസ്സാകുമ്പോഴേക്ക് ഈ മകനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരുപാട് പിതാക്കളെ നമുക്കറിയാം. ഈ മകൻ എനിക്കില്ലായിരുന്നെങ്കിൽ, ഈ മകൾ എനിക്കില്ലായിരുന്നെങ്കിൽ എന്ന് പറയുന്ന മാതാപിതാക്കളെ നമുക്കറിയാം. പലരും പങ്കുവെച്ചിട്ടുള്ള വിഷമമാണത്. ഇങ്ങനെ ഒരുത്തിനില്ലായിരുന്നെങ്കിൽ. അത് പറയാൻ വേണ്ടി നമ്മളും മക്കളെ ഉണ്ടാക്കി വളർത്തരുത്. അത് പറയാനല്ല നമ്മൾ മക്കളെ വളർത്തേണ്ടത്. മറിച്ച് എൻ്റെ മകൻ എൻ്റെ മരണത്തിന് ശേഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ മകനായി വളരണം എന്ന ബോധ്യത്തിലായിരിക്കണം നമ്മൾ അവനെ വളർത്തേണ്ടത്. പല മാതാപിതാക്കളും മ്യൂസിക്കിന്റെ അകമ്പടിയിൽ അവനെ കൊണ്ട് നൃത്തം വെപ്പിക്കുകയും അവളെ കൊണ്ട് നൃത്തം വെപ്പിക്കുകയും അങ്ങനെ അവളെ കൊണ്ട് അതുപോലുള്ള ഹറാമായ കാര്യങ്ങൾ ചെയ്ത് അവളെ വളർത്തുകയും കുഫാറുകളുടെ ആദത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും മറ്റുള്ളവർ സ്മാർട്ടായതുപോലെ എൻ്റെ മകളും സ്മാർട്ടാവണമെന്ന് കരുതി പലരും കാണിക്കുന്ന റീലുകളും മറ്റും കാണിച്ചു കൊടുക്കുകയും അങ്ങനെ ദുനിയാവിൻ്റെ മകനായി ആ മകളെയും മകനെയും വളർത്തുകയും അവസാനം ദുനിയാവിൻ്റെ ആളുകൾ വലിച്ചെറിയുന്നത് പോലെ തൻ്റെ മാതാപിതാക്കളെ വലിച്ചെറിയുകയും ചെയ്യുന്ന മക്കളാക്കി നമ്മൾ വളർത്തരുത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കുന്ന, തനിക്ക് വേണ്ടി മരണശേഷം അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുന്ന മകനായിരിക്കണം എൻ്റെത് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം മക്കൾ വളർത്തേണ്ടത്.
നമ്മളെങ്ങാനും ഒരു മകനെ കൃത്യമായ രൂപത്തിൽ വളർത്തി വലുതാക്കിയാൽ, അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ഹക്കിലായിക്കൊണ്ട് അവനെ വളർത്തിയാൽ, ആ മകൻ മാത്രമല്ല നമുക്ക് കിട്ടുന്ന സമ്പാദ്യം, മറിച്ച് ആ മകനുണ്ടാകും, പേരക്കുട്ടികളുണ്ടാവും, അവർക്ക് സന്താനങ്ങളുണ്ടാകും. ഇൻഷാ അല്ലാഹ് നല്ല ഒരു മകന്റെ സന്തതി പരമ്പര ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ലവരായ സ്വാലിഹ്യങ്ങളായ ഒരു സന്താന പരമ്പര അതിലൂടെ ഉണ്ടായാൽ അതിന്റെ ലാഭം എത്രയാണ്. എത്രയെത്ര ഉലമാക്കളുടെ പേരുകളാണ് വെല്ലിപ്പാന്റെ വെല്ലിപ്പ അല്ലെങ്കിൽ വെല്ലിമ്മ, ആ രൂപത്തിൽ അവരുടെ പേരുകളിലേക്ക് ചേർത്ത് പറയുന്നു. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അതുപോലുള്ളവർ അവരുടെ പിതാവിന്റെ അവിടെ മുതലുള്ള പേരുകൾ ഉലമാക്കളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ വെല്ലിപ്പാന്റെ വെല്ലിപ്പ അദ്ദേഹമായിരിക്കും ഏറ്റവും സാലിഹായ ഒരാളുണ്ടാവുകയും അങ്ങനെ ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തത്. എന്തായിരിക്കും ആ വെല്ലിപ്പാന്റെ കൂലി? ആദ്യമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ എൻ്റെ മകൻ വളരണമെന്ന ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് അവരുടെ കുടുംബത്തിന്റെ കാരണവർക്കുള്ള കൂലി എന്തായിരിക്കും? സഹോദരങ്ങളെ, നമ്മളും അങ്ങനെയുള്ള വല്യപ്പമാരാകണം. നമ്മളെല്ലാവരും അതുപോലെ ആകും. നമ്മളത് എല്ലാവരും ഇതുപോലെ തലമുറകൾ ബാക്കി വരുന്ന തലമുറകൾ ഇനി വരാനുള്ള കാരണവരായി നമ്മളും മാറും. നമ്മളുടെ മരണത്തിന് ശേഷം നമുക്ക് കുട്ടികളുടെ കുട്ടികൾ ഉണ്ടാകും. അവർ മുഴുവനും സാലിഹീങ്ങളായ സന്താനങ്ങളാണെങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് എത്രയാണ്. അതിനാൽ മരണശേഷം നിലനിൽക്കുന്ന കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മരിച്ച നേരത്ത് കൈമലർത്തി എനിക്കൊന്നും കിട്ടാനില്ല എന്ന് പറയുന്നവരായിട്ടല്ല നമ്മൾ മടങ്ങിപ്പോകേണ്ടത്. മറിച്ച് മരിച്ചാലും തൻ്റെ ഇൽമിൽ നിന്നും ഇവിടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തപ്പെടുന്നു. ഇന്നലത്തേത് ഇത്ര, ഇന്നത്തേത് ഇത്ര, നാളത്തേത് ഇത്ര റെക്കോർഡ് ചെയ്യപ്പെടുന്നു. താൻ കുഴിച്ച കിണറിന്റെ പ്രതിഫലം വന്നുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ വിട്ടുപോയി. ഒരു മരം, പ്രത്യേകിച്ച് ഈത്തപ്പനയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നത് എങ്കിലും മറ്റു ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആരാണോ ഒരു ചെടി നട്ടത്, മൻ ഗറസ ഗർസൻ ഔ സറഅ സറഅൻ മാ യഗ്രിസു ഗർസൻ മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സറഅൻ, ആരാണോ ഒരു മുസ്ലിമായിട്ടുള്ള മനുഷ്യൻ അവനൊരു തൈ നടുന്നത് അല്ലെങ്കിൽ ഒരു കൃഷി അവൻ നടത്തുന്നത്, എന്നിട്ടോ ഫയഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കുതിബ ലഹു ബിഹി സദഖ, അതിൽ നിന്നും ഒരു കിളി തിന്നു, അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ തിന്നു, ഒരു കന്നുകാലി തിന്നു, ആരൊക്കെ അതിൽ നിന്നും ഒരു കാര്യം കുറവ് വരുത്തിയാലും, അതിന് കീടങ്ങൾ തിന്നാലും, ആരൊക്കെ അതിൽ നിന്ന് ഉപകാരമെടുത്താലും അവൻ അതുകൊണ്ട് സ്വതക്ക രേഖപ്പെടുത്തും. അതും നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. മരങ്ങൾ നടാൻ, ആളുകൾക്ക് തണലാകുന്ന, ആളുകൾക്ക് ഫലങ്ങൾ ലഭിക്കുന്ന, അതിന് കിളികൾ തിന്നാലും അവന് സ്വതക്കയാണ്. അങ്ങനെയുള്ള മരങ്ങൾ അതും നാളെ നമുക്ക് ഉപകാരപ്പെടുന്ന നിലനിൽക്കുന്ന പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് സഹോദരങ്ങൾ. അതിനാൽ ഇത്തരം കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കുക, ശ്രദ്ധ കാണിക്കുക. മരണത്തോടുകൂടി അവസാനിക്കേണ്ടതല്ല നമ്മളുടെ ജീവിതം. മരണത്തിലും മരണത്തിന് ശേഷവും സന്തോഷത്തോടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുക. മരണത്തെ മറക്കാതിരിക്കുക. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. ഏറ്റവും ബുദ്ധിയുള്ളവൻ മരണത്തെക്കുറിച്ച് ഏറ്റവും ചിന്തിക്കുന്നവനാണ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുമ്പോഴും മരണത്തിന് ശേഷവും മരണത്തിന് മുമ്പും സന്തോഷമുള്ളവരായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദുനിയാവിലും ആഖിറത്തിലും തുമഅനീനത്തുള്ള ശാന്തതയുള്ള ഹൃദയം ലഭിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ, അത് ഇന്ന് പിരിഞ്ഞതാകട്ടെ, ഇതിനു മുമ്പ് പിരിഞ്ഞതാകട്ടെ, ഒരുപാട് ആളുകൾ നമ്മളുടെ മാതാപിതാക്കളിൽപ്പെട്ടവർ, അതുപോലെ തന്നെ നമ്മളുടെ ബന്ധുക്കളിൽപ്പെട്ടവർ, മുഅ്മിനീങ്ങളായ പലരും
മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഏവരുടെയും ഖബറുകളിൽ സുഖമായി ജീവിക്കാനും അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് സന്തോഷവാന്മാരായിക്കൊണ്ട് പരലോകത്തേക്ക് കടന്നു ചെല്ലാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, മരണത്തെ കൊതിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നുണ്ട് ലോകത്ത്. മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ഒരുപാട് പേർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരന്മാർ, പ്രയാസപ്പെടുന്ന സഹോദരന്മാരുണ്ട്. ശത്രുക്കളായ ജൂതന്മാരുടെ കൈകളാൽ വേദനിക്കുന്ന, കൊല്ലപ്പെടുന്ന, നീറിക്കൊണ്ടിരിക്കുന്ന, വിധവകളാക്കപ്പെടുന്ന, അനാഥകളാക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യർ ഗസയിലും അതുപോലുള്ള നാടുകളിലും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയാസങ്ങൾ മാറ്റുകയും ആ ശത്രുക്കളുടെ കൈകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുറിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, പല നാടുകളിലും അവർ നാശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കരങ്ങളെ അവരുടെ പ്രവർത്തനങ്ങളെ അവസാനിപ്പിച്ച് മുഅ്മിനീങ്ങൾക്ക് സന്തോഷമായ ഒരു ജീവിതം ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും സന്തോഷിക്കാനുള്ള വകുപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم دمر أعداءك أعداء الدين. اللهم دمر أعداء المسلمين. اللهم انصر الإسلام والمسلمين. اللهم انصر إخواننا المستضعفين في كل مكان. اللهم انصر إخواننا المستضعفين في غزة وفي سوريا وفي كل مكان يا أرحم الراحمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. والحمد لله رب العالمين.